ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് എന്താണ് ഈ ഗസ്റ്റ് വൈഫൈ എന്ന് നോക്കാം. പലവരും കേട്ടിട്ടുണ്ടാവും ഗസ്റ്റ് വൈഫൈ എന്നുള്ളൊരു ഓപ്ഷൻ. പല റൗട്ടേഴ്സിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഗസ്റ്റ് വൈഫൈ എന്ന് പറഞ്ഞ്. എന്നാലിത് ഒരു ഒട്ടുമിക്ക ആരും തന്നെ ഉപയോഗിക്കാത്തൊരു ഫംഗ്ഷനാണ് ഈ ഗസ്റ്റ് വൈഫൈ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഗസ്റ്റ് വൈഫൈ വളരെ ഉപകാരപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ ഗസ്റ്റ് വൈഫൈ എന്നുള്ളത്. അപ്പോൾ ഈ റൗട്ടേഴ്സിൽ ഇത്തരം ഫംഗ്ഷൻ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിന് ഗുണം നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലോട്ട് നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊരു റൗട്ടറുണ്ട്. ആ റൗട്ടറിൽ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ അവരുടെ ഡിവൈസുകൾ, അത് മൊബൈലാവാം, കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ് ആവാം, എന്ത് തന്നെ ആവാം, അത്തരം ഡിവൈസുകൾ നമ്മുടെ പ്രൈവറ്റ് ഡേറ്റാസ് സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് എല്ലാം സൂക്ഷിക്കുന്ന ആ ഒരു ഡിവൈസുകളാണ് നമ്മൾ ആ ഒരു നമ്മുടെ റൗട്ടറിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം റൗട്ടറിൽ കണക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫ്രണ്ട് വരെയാണ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരെയാണ്. അപ്പോൾ ആ ഒരു ഗസ്റ്റ് നമ്മളത് ഇങ്ങനെ ഒരു അത്യാവശ്യത്തിനായിട്ട് വൈഫൈ പാസ്വേഡ് ചോദിക്കണം. അപ്പോൾ നമുക്ക് ആ വൈഫൈ പാസ്വേഡ് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഈ നമുക്ക് ആ ഒരു ഫ്രണ്ടിനെ ട്രസ്റ്റ് ചെയ്തിരിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് ചിലപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ആ പാസ്വേഡ് വേറെ ആൾക്ക് പോയിരിക്കാം. അങ്ങനെ ആ ഒരു പാസ്വേഡ് പോയി നമ്മുടെ ആ ഒരു പാസ്വേഡ് എക്സ്പോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഇത്തരം ഡിവൈസുകളെല്ലാം ഒരു നെറ്റ്വർക്കിലാണ്. അതായത് ഇതെല്ലാം ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിലോട്ട് വേറൊരു പുറത്തുനിന്നൊരു ഡിവൈസ് വരുമ്പോൾ ആ ഡിവൈസ് വെച്ചിട്ട് അത്യാവശ്യം ഹാക്കിങ്ങും മറ്റും അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഡിവൈസിലെ ഡേറ്റാസ്, നമ്മുടെ എൻക്രിപ്റ്റഡ് അല്ലാത്ത ഫയൽസും പാസ്വേഡ്സും ഉൾപ്പെടെയുള്ളതൊക്കെ മോഷ്ടിക്കപ്പെടാനും ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ റൗട്ടറിൽ ഈ ഒരു ഗസ്റ്റ് വൈഫൈ ഫീച്ചർ ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യാം. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഗസ്റ്റ് വൈഫൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ TP ലിങ്കിൻ്റെ റൂട്ടേഴ്സിലും അല്ലെങ്കിൽ D-Linkൻ്റെ റൂട്ടേഴ്സിലൊക്കെ ഉണ്ട്. TP ലിങ്കിൻ്റെ തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ റൗട്ടേഴ്സിനും ആ ഒരു ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് സെപ്പറേറ്റ് പേര്, അതായത് ഒരു സെപ്പറേറ്റ് പേരും ഒരു സെപ്പറേറ്റ് വൈഫൈയുടെ ഒരു സെപ്പറേറ്റ് പേരും പാസ്വേഡും അതിന് വരും. അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള ആ മോഡത്തിൻ്റെ പേരും വൈഫൈനും പുറമെ, വൈഫൈയുടെ പേരും പാസ്വേഡിനും പുറമെ ഒരു സെപ്പറേറ്റ് പേരും പാസ്വേഡും കൂടി വരും. അതായത് ഗസ്റ്റ് വൈഫൈ എന്നുള്ളൊരു പേരും അതിനൊരു സെപ്പറേറ്റ് പാസ്വേഡും വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നവരടുത്ത്, നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഇങ്ങനെ പുറത്തുനിന്നൊരു ക്ലയൻറ്റ് വരികയാണെങ്കിൽ, പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമുക്ക് ഒരു പാസ്വേഡ് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഗസ്റ്റ് വൈഫൈയുടെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗസ്റ്റ് വൈഫൈയുടെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഡിവൈസിൽ നിന്ന് കണക്ട് ചെയ്തേക്കുന്ന നമ്മളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള ആളുകളെല്ലാം ഒരു നെറ്റ്വർക്കിലായിരിക്കും. ഇതിനെ ഒരു സബ്നെറ്റ്, നമ്മുടെ റൗട്ടർ തന്നെ ഇതിനൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫയർവാൾ പോലെ ഒരു സെപ്പറേറ്റ് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ സബ്നെറ്റിൽ ബാക്കി ഈ വരുന്ന ക്ലയൻസ്, അതായത് നമ്മൾ പാസ്വേഡ് കൊടുക്കുന്ന ഗസ്റ്റ് വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കുന്ന ക്ലയൻസിന് സെപ്പറേറ്റ് നെറ്റ്വർക്കായിട്ട് അത് കീപ്പ് ചെയ്യും. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വൈഫൈ കിട്ടും, ആ ഒരു ബാൻഡ് വിത്ത് ഈ പറഞ്ഞ രണ്ടുപേർക്കും നമുക്കും ആ ഒരു ഗസ്റ്റിന് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ രണ്ടുപേരും ഡിഫറൻറ്റ് നെറ്റ്വർക്കായിട്ട് മാറ്റും. അതായത് ഒരു മോഡത്തിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നതെങ്കിലും ഇത് രണ്ടും രണ്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്കായിട്ട് മാറ്റും. അപ്പോൾ ഡിഫറൻറ്റ് നെറ്റ്വർക്കായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫയർവാൾ പോലെ തന്നെ ഈ ഒരു റൗട്ടർ പ്രവർത്തിക്കും. അതായത് ഈ ഒരു നമ്മളെ കൊടുക്കുന്ന ഗസ്റ്റ് വൈഫൈയിലുള്ള ആൾക്ക് നമ്മുടെ ഡിവൈസുകൾ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലോട്ട് കയറാനോ, നമ്മുടെ ഫയൽ ഷെയറിംഗ് കൊണ്ടും അല്ലെങ്കിൽ ഫയലിൻ്റെ ഡേറ്റാസ് എല്ലാം ഹാക്ക് ചെയ്യാനോ ഒന്നും അങ്ങനെ സാധിക്കില്ല. അപ്പോൾ സെപ്പറേറ്റ് ഒരു സബ് ഡൊമൈൻ എടുത്ത് നമ്മൾ ഈ കൊടുക്കുമ്പോഴുള്ള ഒരു ഗുണമാണിത്. അപ്പോൾ ഇത് വളരെ നല്ല ഫീച്ചേഴ്സാണ്. പലർക്കും ഇത് അറിയില്ല. പല റൗട്ടേഴ്സിലും ഉണ്ട്. നിങ്ങളുടെ റൗട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ റൗട്ടേഴ്സിലും വൈഫൈ സെറ്റിംഗ്സിലും ഒന്ന് ചെക്ക് ചെയ്യുക, ഇത്തരമുള്ള ഗസ്റ്റ് വൈഫൈ ഉണ്ടാകുന്ന നോക്കുക. ഇല്ലെങ്കിൽ ഇത്തരം റൗട്ടേഴ്സ് നമ്മുടെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മേടിച്ച് അത്തരം റൗട്ടേഴ്സ് സെറ്റ് ചെയ്ത് ആ ഒരു ഗസ്റ്റ് വൈഫൈ കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ഓഫീസിലായാലും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് പോലുള്ള സ്ഥലങ്ങളിലായാലും ഹോസ്റ്റലിലൊക്കെ ആയാലും നമ്മുടെ ആ ഒരു പ്രൈവറ്റിൽ സെപ്പറേറ്റ് നെറ്റ്വർക്ക് ഇതുപോലെ ചെയ്ത് ഇതുപോലെ ഗസ്റ്റ് വൈഫൈ കൊടുക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ സെക്യൂരിറ്റി, നമ്മുടെ ഡിവൈസുകളെയും നമ്മുടെ ഡേറ്റയെയും കൂടുതൽ സെക്യൂർ ആകാനായിട്ട് നമുക്കിത് സഹായിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വൈഫൈയുടെ നിങ്ങളുടെ മോഡത്തിൽ ഇത്തരം സെറ്റിങ്സ്, ഗസ്റ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് ഉണ്ടാകുന്ന നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ എൻ്റെ മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.